ആദ്യമായി തന്നെ പറയട്ടെ, വീഡിയോ മുഴുവനായി കണ്ടാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളക്കുന്നതല്ല. ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മളറിയാതെ സംഭവിക്കുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട 5 ഘട്ടങ്ങൾ ഇവിടെ വിശദീകരിക്കാം. ഇവയോരോന്നും സാവധാനം ഗ്രഹിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം നമ്മൾ കടന്നുപോയതും നമുക്ക് പരിചയമുള്ളതുമായ ജീവിത സാഹചര്യങ്ങളുമായി ചേർത്ത് വായിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷേ തകർന്നു പോകുന്ന പല ജീവിതങ്ങളും നമുക്ക് രക്ഷിക്കാനായേക്കാം. ഇതിലൊന്നാമത്തെ ഘട്ടം ഫിസിക്കൽ അട്രാക്ഷൻ, പരസ്പരമുള്ള ആകർഷണം. എതിർലിംഗത്തിലുള്ള ഒരു വ്യക്തിയുടെ സൗന്ദര്യം, ആകാരം, ശബ്ദം, ബുദ്ധിശക്തി, സംസാരം, മറ്റു കഴിവുകൾ തുടങ്ങിയ നമ്മെ ആ വ്യക്തിയിലേക്ക് ആകർഷിക്കുന്ന ഭൗതികമായ എന്തും ഫിസിക്കൽ അട്രാക്ഷന് കാരണമായി തീരുന്നു. രണ്ടാമത്തെ ഘട്ടം പ്രോക്സിമിറ്റി, പരസ്പരം ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങൾ. നമ്മെ ആകർഷിച്ച വ്യക്തിയുമായി തുടർന്നും ഇടപെടാനുള്ള സാഹചര്യമാണ് പ്രോക്സിമിറ്റി. സ്കൂൾ, കോളേജ് ക്യാമ്പസ്, ഓഫീസ്, വീട്, ബസ്, ഓട്ടോറിക്ഷ തുടങ്ങിയ പബ്ലിക് വാഹനങ്ങൾ, ഫോൺ, വാട്സപ്പ്, ഫേസ്ബുക്ക്, മറ്റ് സോഷ്യൽ മീഡിയ, ഇതൊക്കെ പ്രോക്സിമിറ്റിക്കു കാരണങ്ങളാണ്. മൂന്നാമത്തെ ഘട്ടം സിമിലാരിറ്റി, പരസ്പരം ഒന്നാകാനുള്ള പ്രവണത. പരസ്പരം ആശയവിനിമയം നടത്തുന്നതിലൂടെ നമ്മെ ആകർഷിച്ച വ്യക്തിയും നമ്മളും തമ്മിലുള്ള സാദൃശ്യങ്ങൾ കണ്ടെത്തുന്നതാണ് സിമിലാരിറ്റി. ഒരേ ഭക്ഷണം, നിറം, യാത്ര, ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വിഷയങ്ങൾ തുടങ്ങി എന്തും സിമിലാരിറ്റിക്കു കാരണമാവുന്നു. നാലാമത്തെ ഘട്ടം റെസിപ്രോസിറ്റി, പരസ്പരം ത്യാഗം ചെയ്യാനുള്ള സന്നദ്ധത. പരസ്പരം വസ്തുക്കൾ കൈമാറുന്ന ഘട്ടമാണ് ഇത്. പുസ്തകങ്ങൾ, മറ്റു പഠന സഹായികൾ, വസ്ത്രം, ഇഷ്ടപ്പെട്ട ഭക്ഷണം, ആഭരണം, മൊബൈൽ, പണം തുടങ്ങി തങ്ങൾക്കു വിലപ്പെട്ട പലതും ഈ ഘട്ടത്തിൽ കൈമാറ്റം ചെയ്യാൻ തുടങ്ങുന്നു. അഞ്ചാമത്തെ ഘട്ടം ഇൻറ്റിമസി, സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ക്ലൈമാക്സ് ഇവിടെ തുടങ്ങുന്നു. ഇതാണ് ബന്ധം വേർപിരിക്കാനാകാത്ത വിധം മുറുകിക്കൊണ്ടിരിക്കുന്ന ഘട്ടം. ഇൻറ്റിമസി എന്ന അവസ്ഥയിൽ എത്തുന്നതോടെ ആണിൻ്റെയും പെണ്ണിൻ്റെയും ശരീരത്തിൽ ഡോപ്പമിൻ എന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. ശക്തമായ ഒരു ഹോർമോണാണിത്. ഇത് ഉണ്ടാവുന്നതോടെ മതം, ജാതി, പ്രായവ്യത്യാസം, ജോലി, സമ്പത്ത്, വിവാഹം, കുട്ടികൾ, മാതാപിതാക്കൾ തുടങ്ങിയ ഒന്നിനും ബന്ധം വേർപെടുത്താൻ സാധിക്കാതെ വരുന്നു. ഒളിച്ചോട്ടം, ആത്മഹത്യ തുടങ്ങി എന്ത് ത്യാഗത്തിനും ഈ ഹോർമോൺ പ്രേരിപ്പിക്കുന്നു. ആൻറ്റി ക്ലൈമാക്സ്, നമ്മുടെ പെൺകുട്ടികൾ, സ്ത്രീകൾ നിർബന്ധമായും മനസ്സിലാക്കേണ്ട ഘട്ടമാണിത്. ഡോപ്പമിൻ ഹോർമോണിനു ഒരു കാലാവധിയുണ്ട്. ഏകദേശം 6 മാസം മുതൽ 1 വർഷം വരെയാണ്. ഫിസിക്കൽ അട്രാക്ഷനിൽ തുടങ്ങി പ്രോക്സിമിറ്റി, സിമിലാരിറ്റി, റെസിപ്രോസിറ്റി എന്നീ ഘട്ടങ്ങളിലൂടെ ഇൻറ്റിമസിയിൽ എത്തിയ ശേഷം ഉണ്ടായ ഡോപ്പമിൻ ഹോർമോണിൻ്റെ പ്രവർത്തനം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിർവീര്യമായി തുടങ്ങുന്നു. ഡോപ്പമിൻ നിർവീര്യമാവുന്നതോടെ ബന്ധത്തിൽ ഉലച്ചിലുകൾ തട്ടാൻ ആരംഭിക്കുന്നു. പരസ്പര കലഹത്തിൽ തുടങ്ങി ബന്ധം വേർപിരിയുന്ന ഘട്ടത്തിലേക്ക് നയിക്കുന്നു. പുരുഷനിൽ നിന്നുള്ള ലാളനകളാണ് സ്ത്രീയെ അവനിലേക്ക് ആകർഷിക്കുന്നത്. സ്ത്രീ ഒരിക്കലും പുരുഷനെ പോലെ ലൈംഗികത ലക്ഷ്യമാക്കുന്നില്ല. പുരുഷനോടൊപ്പം കൂടുതൽ സമയം കൊഞ്ചി രസിച്ചിരിക്കാൻ അവൾ ഇഷ്ടപ്പെടുന്നു. തനിക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്ന പുരുഷനെ അവൾ സ്വാഭാവികമായും ഏറെ ഇഷ്ടപ്പെടുന്നു.
അവനിലേക്ക് പതുക്കെ ചായാൻ തുടങ്ങുകയും തനിക്കു വിലപ്പെട്ടതെല്ലാം പകരം നൽകാൻ തയ്യാറാവുകയും ചെയ്യുന്നു. പുരുഷന് സ്ത്രീയിൽ താല്പര്യം കുറയുന്നതോടെ പഞ്ചാര വർത്തമാനങ്ങളും ലാളനകളും പതുക്കെ ഇല്ലാതാവുന്നു. പുരുഷൻ സ്ത്രീയോട് പരുക്കനായി തുടങ്ങുന്നു. ലാളനകൾ നഷ്ടപ്പെടുന്ന പെണ്ണ് ആദ്യത്തിൽ ക്ഷമിക്കുമെങ്കിലും പിന്നീട് പുരുഷനോട് അകലാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം പെണ്ണിന് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് വീണ്ടും മറ്റു കടുംകൈകൾ ചെയ്യാൻ അവളെ പ്രേരിപ്പിക്കുന്നു. ഓർത്തു നോക്കൂ, അവിഹിത ബന്ധങ്ങളിലെ ചെറിയ സുഖങ്ങൾക്കു വേണ്ടി വലിയ വിലയാണ് നമ്മൾ നൽകേണ്ടി വരിക. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് ഇതിന് ഇരകളാവുന്നത്. അവിഹിത ബന്ധങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ഡോപ്പമിൻ ഉൽപാദനത്തിലേക്ക് നയിക്കുന്ന ആദ്യ 2 ഘട്ടങ്ങളായ ഫിസിക്കൽ അട്രാക്ഷൻ, പ്രോക്സിമിറ്റി എന്നീ സാഹചര്യങ്ങളെ പരമാവധി ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിക്കലാണ്. ഇതുകൂടാതെ അവിഹിത ബന്ധങ്ങളിലേക്ക് തൻ്റെ പങ്കാളിയെ നയിക്കുന്ന ഏറ്റവും വലിയ ഒരു കാരണമാണ് വിരസമായ വൈവാഹിക ജീവിതം. വൈവാഹിക ജീവിതത്തിലും ഡോപ്പമിൻ്റെ സ്വാധീനം കാണാവുന്നതാണ്. മധുവിധു നാളുകൾ തീരുന്നതോടെ മിക്ക ആളുകളുടെയും ദാമ്പത്യം വിരസമായി മാറുന്നു. സാമൂഹ്യ വ്യവസ്ഥയെ ഭയന്നു വൈവാഹിക ബന്ധം തള്ളി നീക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് അധികവും. ചിലർ അവിഹിത ബന്ധങ്ങളിൽ ആനന്ദം അന്വേഷിക്കുന്നു. താൻ വിവാഹം ചെയ്ത സ്ത്രീയുമായി ഒരു സ്ഫടിക പാത്രം കൈകാര്യം ചെയ്യുന്നത് പോലെ വളരെ സോഫ്റ്റായി പെരുമാറണമെന്നും അവരെ ഏറെ മാനിക്കണമെന്നും ലാളിക്കണമെന്നുമുള്ളത് മാത്രമാണ് ഡോപ്പമിൻ നിർവീര്യമായാലും വൈവാഹിക ബന്ധം ഊഷ്മളമായി നിലനിർത്താനുള്ള ഏക പോംവഴി. എന്നാൽ ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര പരുക്കനായാണ് മിക്ക പുരുഷന്മാരും അവരുടെ സ്ത്രീകളോട് പെരുമാറുന്നത്. തൻ്റെ ശരീരം മോടി പിടിപ്പിച്ച് സുന്ദരിയായി സുഗന്ധം പൂശി പരമാവധി ആകർഷിക്കത്തക്ക രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വേണം പുരുഷനെ എന്നും വരവേൽക്കാൻ എന്ന് സ്ത്രീകളും പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. എന്നാൽ അന്യ പുരുഷന്മാർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി തൻ്റെ ശരീര സൗന്ദര്യം മോടി പിടിപ്പിക്കാൻ മണിക്കൂറുകൾ ചിലവഴിക്കുന്ന സ്ത്രീകൾ സ്വന്തം പുരുഷന് മുന്നിൽ വിയർപ്പ് മണവും മുഷിഞ്ഞ വസ്ത്രങ്ങളുമാണ് കാഴ്ചവെക്കുന്നത്. അവിഹിത ബന്ധങ്ങൾ കുടുംബത്തിലും സമൂഹത്തിലും പരിഹരിക്കാനാവാത്ത കുഴപ്പങ്ങൾക്ക് കാരണമായി തീരുന്നു. വരും തലമുറകളിലേക്ക് പോലും അത് വ്യാപിക്കുന്നു. അതുകൊണ്ട് സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ സന്ദേശം പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്ത് തകരുന്ന കുടുംബങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുക.